വിശാലമാക്കുക. കൂടാരത്തിൽ ആമേൻ ഒരു വിശാലത വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ തടുത്തു കളയരുത്. അപ്പോ തടുത്തു നിർത്തുന്ന വ്യക്തികളുണ്ട്, ശക്തികളുണ്ട്. ദൈവവചനത്തിന്റെ സത്യത്തിന് വിരുദ്ധമായി ദൈവിക സത്യത്തിനെതിരായി വ്യാപരിക്കുന്ന ശക്തി ഇന്ന് പകലിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന കേൾക്കുന്നവരെ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. കൂടാരത്തിന്റെ സ്ഥലം ആമേൻ വിശാലമാക്കാൻ പറയുമ്പോൾ ആമേൻ നിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളെ അടച്ചു കളയുന്ന, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ വഴികളെ, നിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളെ, ആമേൻ നിന്റെ തലമുറയുടേതായ വിടുതലുകളെ അതിനെ തടുത്തു കളയരുതെന്ന് പരിശുദ്ധാത്മാവ് ആമേൻ സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ചുമടുക്കുന്നു. തടുക്കുന്ന എതിരാളികൾ ആരാണ്? എതിരാരാണ്? സത്യമായി ദൈവത്തിന്റെ വചനം ഘോഷിക്കപ്പെടുന്നത് ആരും ആമേൻ ക്ഷണിക്കാതെ എത്തുന്ന ഒരു അതിഥിയുണ്ട്. അത് ശത്രുവായ പിശാച് തന്നെയാണ്. ആമേൻ ദൈവത്തിന്റെ വചനം ആമേൻ അത് സത്യമാണ്, വഴിയാ, അത് ജീവനാ. എന്നാൽ അത് വെളിപ്പെടുന്ന സ്ഥാനത്ത് അതിന്റെ ഫലം കൊടുക്കരുതെന്ന് വാദിക്കുമ്പോൾ അതാരും ശ്രദ്ധിക്കാതെ പോകണമെന്നും അത് യഥാർത്ഥമായി വിടുതൽ എടുക്കാതിരിക്കണമെന്നും യഥാർത്ഥമായി ജീവിതത്തിൽ അത് ഹല്ലേലൂയ ശോഭിക്കാതിരിപ്പാൻ ശത്രു എന്ത് ചെയ്യും? തടയും. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആമേൻ. കണ്ടോ, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അങ്ങനെയല്ലേ? തേജസ്സുള്ളതിന്. അപ്പോൾ ഈ കളിയെല്ലാം നടത്തുന്നത് ആരാ? തേജസ്സില്ലാത്തവരാ. ഈ കുരുടായ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഇതിനെ തടയുന്നത്. യേശുവിന്റെ നാമം എടുക്കുകയും ചെയ്യും. ജീവിതം മുഴുവൻ കുരുടായ അവസ്ഥ, കുരുട്ട് കണ്ണായിരിക്കുന്ന അവസ്ഥയിൽ ദൈവിക തേജസ് മങ്ങിപ്പോയ ജനം, ദൈവിക തേജസ്സിന് അടുത്തു വരാത്ത ജനം ദൈവവചനത്തിന്റെ ശോഭയെ, അല്ലെങ്കിൽ അതിന്റെ വിശാലതയെ, അതിന്റെ വിടുതലിനെ, അതിന്റെ സന്തോഷത്തെ, അതിന്റെ തൃപ്തിയുള്ള അനുഭവത്തെ തടഞ്ഞുകൊണ്ട് ഹല്ലേലൂയ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. തേജസ്സുള്ള ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. ആരാ തടയുന്നത്? സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കരുത്. അപ്പൊ തടയുന്നത് ആരാ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്. ആമേൻ. അവിശ്വാസമുള്ള ജനം, അവിശ്വാസത്തിന്റെ ശക്തിയോ അവരുടെ ഹൃദയത്തിന്റെ ഉൾക്കണ്ണ് കുരുടായിരിക്കൊണ്ട് അവർ ഇത് ശോഭിക്കാതിരിപ്പാൻ, മുമ്പോട്ട് വിടാതിരിപ്പാൻ, യഥാർത്ഥമായി വിടുതൽ എടുക്കാതിരിപ്പാൻ, സത്യം അനുസരിക്കാതിരിപ്പാൻ, വിശുദ്ധിയിലേക്ക് അടുക്കാതിരിപ്പാൻ, വിശുദ്ധ ജനത്തെ വായടച്ചു കളയുവാൻ പോരാടി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, നിന്നോട് ദൈവം പറഞ്ഞിട്ടില്ലേ നിന്റെ സ്ഥലം വിശാലമാക്കുമെന്ന്. നിന്റെ കൂടാരത്തിന്റെ നിവാസം ഞാൻ വിശാലമാക്കുമെന്ന് അവിടെ പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? കൂടാരത്തിന്റെ സ്ഥലം വിശുദ്ധ. നിന്റെ നിവാസങ്ങളിലെ തിരശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക. കയറ് നീട്ടണമെന്ന് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചരട് ഈ സകലത്തെയും ഐക്യതപ്പെടുത്തി കൊണ്ടുവരണമെന്ന്. ഈ തടയുന്നവരാരാ? സ്നേഹമില്ലാത്തവരാ, ഐക്യതപ്പെടാൻ ഇഷ്ടമില്ലാത്തവരാ. ഒരുത്തന്റെ ശുശ്രൂഷയെ അപഹസിച്ച്, ഒരുത്തന്റെ മുന്നേറ്റത്തെ തടഞ്ഞ്, ഒരുത്തന്റെ തലമുറയെ മുമ്പോട്ട് വിടരുതെന്ന് വാദിച്ച്, അവിടെ സന്തോഷത്തെ തടഞ്ഞ്, അവിടെ വിശാലതയെ തടഞ്ഞു പോരാടുന്നവരത്രേ തടുത്തു കളയുന്നവര്. സ്തോത്രം. അവരാരാണ്?
കുരുട്ട് കണ്ടുള്ളവർ, അവിശ്വാസികൾ, ആമേ, ദൈവവചനം അവർക്ക് ശോഭിക്കുന്നില്ല. ദൈവവചനത്തിന്റെ സത്യത്തെ, ആമേ, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറല്ലെന്ന് ഇഹലോകത്തിൽ ചില കാര്യം സാധിപ്പിനു വേണ്ടി ദൈവമേ എന്ന് വിളിക്കുന്നു എങ്കിലും, ആമേ, ശോഭിക്കാതിരിപ്പാൻ ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ സുവിശേഷം, ആമേ, ശോഭിക്കാതിരിപ്പാൻ അത് തേജസ്സുള്ള സുവിശേഷം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ശോഭയോടെ നിൽക്കണമെങ്കിൽ തേജസ്കരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ, ആമേ, വിശുദ്ധി പ്രാപിച്ച് ദൈവവചനത്തിന്റെ ഉൾക്കാമ്പിൽ അവൻ അതിൽ ആനന്ദിച്ച് സന്തോഷിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങള്, കഷ്ടങ്ങള്, സങ്കടങ്ങള്, നിരാശകള്, വേദനകൾ, അലട്ടലുകൾ മനഃപൂർവ്വം മാറിപ്പോകുകയാ. സ്തോത്രം. എന്നാൽ അത് മാറ്റരുതെന്ന് വാദിച്ചു നിൽക്കുന്ന ഈഹലോകത്തിന്റെ ശക്തി, അവിശ്വാസിയുടെ ശക്തി, കുരുടായവരുടെ കണ്ണുകള് അവൻ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, നിന്റെ തിരശീല അവർ നിവർക്കും. ആരാ നിവർക്കുന്നത്? നിന്റെ കയറ് നീട്ടും. എങ്ങോട്ട്? ആമേൻ എന്ന് പറഞ്ഞാൽ വിശാലപ്പെടുത്തുക മാത്രമല്ല, ചിലത് നിവർത്തിടത്തക്കവണ്ണം, ആമേൻ, ചില സ്നേഹ കയറിൽ ചിലർ കൂടി വരത്തക്കവണ്ണം, സ്നേഹത്തിന്റെ ഐക്യതയിൽ ഒരുമിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തില് കുട്ടികളെ ഉറപ്പിക്കും. കുറ്റി ഏത് കുറ്റിയിലാണ് നീ പൂറച്ചിരിക്കുന്ന? പാരമ്പര്യ കുറ്റിയിലാണോ? പൗരോഹിത്യ കുറ്റിയിലാണോ? ജാതീയ കുറ്റിയിലാണോ? ഇന്ന് പകൽക്കാലം, ആമേൻ, നീ അതിൽ നിന്ന് ക്രിസ്തു ആവുന്ന കുറ്റിയിലേക്ക് അടുത്തു വന്ന, ആമേൻ, സ്നേഹത്തിന്റെ കയറിനാൽ ഒന്ന് ബന്ധിക്കപ്പെട്ട് അവൻ നിത്യ സ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് അവന്റെ ദയ ദീർഘമെന്ന് ഓർത്തുകൊണ്ട് അവനോട് അടുത്തു വരുമ്പോ നീ ആശ വെച്ചോ. നിന്റെ കുറ്റി അവന് ഉറപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ കുടുംബത്തെ ഉറപ്പിക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴികളെ ശുഭയാത്രയിൽ അവനെ എത്തിക്കും. പോരായ്മകളെ അവൻ നികത്തും. ആമേ, തികമാക്കുകയില്ല. ആമേ, മുമ്പോട്ട് വിടുകയില്ല. ശുഭയാത്ര ചെയ്യിപ്പിക്കയില്ല എന്ന നിന്റെ തലമുറയെ കുറിച്ച് ശത്രു വാദിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല, ക്രിസ്തുവിൽ നിന്റെ കുറ്റി ഉറച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ തലമുറയെ ഐശ്വര്യമായി മുമ്പോട്ട് നടത്തുവാൻ ശക്തിയുള്ള ദൈവം. രക്തം ക്ഷയമെടുക്കട്ടെ, രക്തം ക്ഷയമെടുക്കട്ടെ, രക്തം ക്ഷയമെടുക്കട്ടെ. മകനിൽ, ആമേ, നിന്റെ കുടുംബത്തോടുള്ള വെല്ലുവിളി, നിന്റെ തലമുറയോടുള്ള വെല്ലുവിളി, ആമേ, നിന്റെ ജീവനോടുള്ള വെല്ലുവിളി, നീ അനുസരിച്ച സത്യ സുവിശേഷത്തോടുള്ള വെല്ലുവിളി, നിനക്കെതിരെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെയും, നിന്റെ ജീവനെയും, ജീവിതത്തെ, നിന്റെ സ്ഥലത്തെയും ബാധിച്ചു കണ്ടു നിൽക്കുന്ന ദുരാത്മാവിനോട് പറ, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ദ്രോഹിക്കുന്ന ശത്രുവേ, ദ്രോഹിക്കുന്ന എതിരാളി, അടച്ചൊതുക്കുന്ന തടയുന്ന ദുഷ്ടാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ നന്മയോട്, ഞങ്ങളുടെ വഴികളോട്, ഞങ്ങളുടെ സത്യത്തോട്, ഞങ്ങൾ വിശ്വസിച്ച ആശയത്തോട് നിനക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തു ആകുന്ന കുറ്റിയിലത്രേ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നീ പരക്കുമെന്ന്. ഇടത്തോട്ടും വലത്തോട്ടും. ആമേ, നിന്നെ ഒതുക്കിക്കെട്ടി ഒരു വശത്ത് നിന്നാ മതി. നിന്റെ തലമുറ ഒരു സൈഡിൽ നിന്നാ മതി. ആമേ, നിന്റെ അനുഭവം ഇത്രത്തോളം മതി. ആമേ, നിന്റെ ജീവിതം ഇങ്ങനെ മതി. ആമേ, നിന്റെ മുന്നേറ്റമൊക്കെ ഇത്രത്തോളം വന്നാ മതി എന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കി ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടുള്ള ചിലരുണ്ട്. നിന്റെ ജീവിതത്തിൽ തടഞ്ഞൊതുക്കുന്ന ചിലരുണ്ട്. ആമേ, നിന്റെ നന്മയെ തടഞ്ഞ് ഇത്രയും മതി എന്ന് പറഞ്ഞവരുണ്ട്. അത് നിന്റെ സഹോദരങ്ങളായിരിക്കാം, നിന്റെ ബന്ധുജനമായിരിക്കാം, നിന്റെ അയൽവാസിയായിരിക്കാം. എന്നാൽ കർത്താവ് പറയുക, ഇല്ല, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നിന്നെ വിശാലമാക്കാൻ പോവുകയാണ്. നീ എന്താവശ്യപ്പെടുന്നു? നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ ക്ഷീണം എന്താണ്?
നീ കലങ്ങിയിരിക്കുന്നത് എന്താണ്? നീ തകർന്ന മനസ്സുമായി നടക്കുന്നത് എന്താണ്? നീ രാപകൽ നിലവിളിക്കുന്നത് എന്താണ്? നീ നെടുവീർപ്പിട്ട് ഞരങ്ങുന്നത് എന്താണ്? എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോ നീ എന്റെ പാത അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോ, നിന്റെ നിരാശയിൽ ദൈവം നിനക്ക് വേണ്ടി ഇടത്തോട്ടും വലത്തോട്ടും വിശാലത വരുത്തി നിനക്ക് വേണ്ടി നന്മയൊരുക്കുന്ന ദൈവമാണ്. നീ വിശ്വസിച്ച ദൈവം നിന്നെ ചതിക്കത്തില്ല. നീ ആശ്രയിച്ച ദൈവം നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. ആമേൻ, ആമേൻ. നിന്നെ വിടുവിച്ച ദൈവം, നിന്നെ സഹായിക്കുന്ന ദൈവം, നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്ന ദൈവം, നിന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം നിന്റെ തലമുറയെ ലജ്ജിക്കുവാൻ സമ്മതിക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ഉറക്കെ ആമേൻ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ആമേൻ. ദൈവം പറയുന്ന അനുഗ്രഹം കേട്ട നിന്റെ സന്തതി, ഇന്ന് പകലിൽ സന്തതിയെ കുറിച്ച് കരയുന്നവരെ, പഠിച്ചിട്ടും പൂർണ്ണതയിലെത്താതെ തൊഴിലില്ലാതെ നിരാശ കൊണ്ടിരിക്കുന്ന സന്തതിയെ കണ്ട് നെടുവീർപ്പെട്ട് ഞരങ്ങുന്ന ഹൃദയമുള്ള ദൈവമക്കളെ, പകലിൽ പരിശുദ്ധാത്മാവ് ആലോചനയായി പറയുന്നു, നിന്റെ സന്തതി ചിലത് പിടിച്ചൊതുക്കാൻ പോകുകയാ. എന്താ പിടിച്ചെടുക്കുന്നത്? അവേ നിന്റെ സന്തതി ശൂന്യ നഗരങ്ങളെ നിവാസികളെ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കോൺട്രാക്ടർ വ്യവസ്ഥയില് അവൻ തൊഴിലേറ്റെടുത്ത് തൊഴിലാളികളെ കൊണ്ടുചെന്ന് വാർപ്പിക്കുമെന്ന്. വലിയ കോൺട്രാക്ട് വ്യവസ്ഥ, അത് ഗവൺമെന്റിന്റെ ആകട്ടെ പ്രൈവറ്റിന്റെ ആകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം കാര്യസ്ഥനാക്കി നിന്റെ തലമുറയെ മാറ്റിവന്ന്. പഠിത്തം വ്യർത്ഥമല്ല, നിന്റെ ശ്രമം വ്യർത്ഥമല്ല, നിന്റെ തലമുറയുടെ പ്രയത്നം വ്യർത്ഥമല്ല. ആശപ്പെടുത്തുന്ന ശത്രുവിനോടും പറ, ശത്രുവേ നിനക്ക് എന്നെ പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല, എന്റെ തലമുറ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഈ പകലിൽ ദൈവത്തെ സേവിച്ചവർക്ക് അവൻ രക്ഷ വരുത്തുന്ന ദൈവമല്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നിന്റെ കഷ്ടമാണോ, സങ്കടമാണോ, ഞരക്കമാണോ, അത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ, ശൂന്യതയിൽ കർത്താവ് ആകാശം ഭൂമി ഉണ്ടാക്കി ശൂന്യത വരുത്തിയെന്ന പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചെന്ന ശേഷമാണ് ഉണ്ടാവട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ ദൈവം സകലത് ഉളവാക്കി. അതുപോലെ ചില ശൂന്യമായ അവസ്ഥയുടെ മുകളില് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ട് ഒന്നും നടക്കുന്നില്ലെന്നുള്ള വേദനയില് ഞരക്കത്തോടെ നിലവിളിയോടെ സങ്കടത്തോടെ നീ ഭവനത്തിന്റെ അകത്തളത്തിൽ നീ പല സ്ഥാനങ്ങളിൽ നെടുവീർപ്പോടെ ഹല്ലേലൂയ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ വാഗ്ദത്തത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ ഉളവാക്കുന്ന ഒരു ദിവസമുണ്ട്, നിലനിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, വഴി ഒരുക്കുന്ന ഒരു സമയമുണ്ട്. നിന്റെ കുട്ടികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക. ഈ വചനത്താൽ ദൈവമായ കർത്താവ്